മകളുടെ ശസ്ത്രക്രിയക്കായാണ് ബിന്ദു ആശുപത്രിയിലെത്തിയത്. അപകടം നടന്ന 2 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ബിന്ദുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു. സ്ഥലത്തെത്തിയ ആരോഗ്യമന്ത്രി ബോധപൂർവം കള്ളം പറഞ്ഞെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പനമ്പള്ളി നഗറിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അത്ര നേരം അവർ അന്വേഷിച്ചിട്ടില്ല. അവരുടെ മകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വന്നത്. ഞാനൊന്ന് ചെല്ലട്ടെ ചേട്ടാ, ഞാൻ നോക്കിയിട്ട് വരട്ടെ ചേട്ടാ. ഒരു പാവപ്പെട്ട സ്ത്രീ ഈ മണ്ണിന്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത്, ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ. ഇടിഞ്ഞിട്ടും അപ്പുറത്ത് ആളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞു? ഒരാളിന്റെ മരണം, 3 ആളുകളുടെ പരിക്ക്, ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്, ബാക്കിയുള്ളതിന്റെ സ്ഥിതി മോശമാണ്. ഇതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടന്നേ മതിയാകും.